Hi guys, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ് ഓയിലിന്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ മുഖത്തുണ്ടാവുന്ന സൺ ടാന്, നിറക്കുറവ്, മുഖത്തിലുണ്ടാവുന്ന ചുളിവുകൾ ഇതെല്ലാം നീക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ കൂടിയാണ് കേട്ടത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. പുരുഷന്മാർ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു കാര്യം ചേർക്കേണ്ട ആവശ്യമില്ല, അത് നിർബന്ധമില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ള ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളിത് തുടർച്ചയായിട്ട് ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോൺ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് ആയി മാറുന്നതും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പപ്പായ ആണ്. പപ്പായ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ് കേട്ടോ. 1 അല്ലെങ്കിൽ 2 ദിവസം മാത്രം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. അതിൽ കൂടുതൽ ആരും വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറയാൻ കാരണം നമുക്ക് ഈ പപ്പായക്കകത്തുള്ള ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അതല്ലാതെ പപ്പായ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചെറിയ രീതിക്ക് ആ ഒരു പപ്പായയുടെ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ 1 അല്ലെങ്കിൽ 2 ദിവസം മാത്രം വെച്ച് ഉണക്കിയിട്ടുള്ള പപ്പായാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാനിത് കുറച്ച് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഈ കാണുന്ന ഒരളവിൽ കുറച്ചെടുത്ത് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഫേസിലേക്കാണ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമണ്ട് ഓയിൽ ഉപയോഗിക്കാം. ആമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ ക്യാരറ്റ് ഓയിൽ എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്തെടുക്കാം എന്ന് പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡിൽ നിങ്ങൾക്ക് ഈ ഒരു പപ്പായയുടെ ഓയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇന്ന് ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ബോഡിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ചിലർക്കെങ്കിലും കോക്കനട്ട് ഓയിൽ സൂട്ടാവും, അപ്പോൾ അവർക്ക് ഇത് ഫേസിലേക്കും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഏതാണോ സൂട്ടാവുന്നത് ആ രീതിക്കുള്ള ഓയിൽ എടുക്കുക കേട്ടോ. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ബോഡിയിലേക്ക് പറയുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. മുഖക്കുരുവിൻ്റെ പ്രശ്നമൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ബോഡിയിലേക്ക് പറയുമ്പോൾ എങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു പപ്പായനെ ഇതുപോലത്തെ ഒരു മിക്സി ബൗളിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്തേക്കാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് ആ ഒരു അളവനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് വേറൊരു ടിപ്പും കൂടി തരാം. ഈ ഒരു ഓയിൽ ചേർത്ത് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വെച്ചിട്ടാണ് നിങ്ങൾ മിക്സി ബൗളിലിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുതിർക്കാനൊന്നും സമയം കൊടുക്കുന്നില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഓയിൽ ഒഴിച്ചിട്ട് അങ്ങ് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് അങ്ങ് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുതിർന്നിട്ട് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് കുറച്ചും കൂടി നമുക്ക് മാഷായി കിട്ടും, ചെറിയ രീതിക്ക് കേട്ടോ. ഒത്തിരി ഒന്നും മാഷ് ആവില്ല, നമ്മുടെ ഒരു പപ്പായ ഡ്രൈ ആയതുകൊണ്ട് ചെറിയ രീതിക്ക് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കുതിർക്കാനായിട്ട് സമയം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ മരമഞ്ഞളാണ് കേട്ടോ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരളവിൽ ചെറിയൊരളവിൽ മരമഞ്ഞൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ രണ്ടും, ഈ പപ്പായ ആയിക്കോട്ടെ ഈ ഒരു മരമഞ്ഞളായിക്കോട്ടെ, ഈ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് നമ്മൾ കുതിർക്കാനായിട്ട് സമയം കൊടുത്തിട്ടാണ് നമ്മൾ മിക്സി ബൗളിലെത്തിട്ട് അടിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ രീതി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ആദ്യം ഒന്ന് കുതിർക്കാൻ വെക്കുക, എണ്ണയിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക ഒരു ഡ്രൈ ആയുള്ള പപ്പായും മരമഞ്ഞളും. എന്നതിന് ശേഷം മിക്സി ബൗളിനകത്ത് അടിച്ചിട്ട് ഇതുപോലെ ഒരു ബോട്ടിനകത്താക്കി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് അങ്ങ് ചെയ്തെടുക്കുക കേട്ടോ. മാക്സിമം ഒരു 20-25 മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഡബിൾ ബോയിലിങ്ങിന് വേണ്ടിയിട്ട്. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടുക, വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്കതങ്ങ് എടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബോട്ടിലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കൂട്ട് നന്നായിട്ടൊന്ന് എല്ലാത്തിലും ഒന്ന് എണ്ണയ്ക്കകത്ത് എല്ലാം ഈ ഒരു കൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് ഒരു ദിവസം വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തണുത്തതിന് ശേഷം അതങ്ങ് ഫിൽറ്റർ ചെയ്ത് കാണിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുതിർക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇത് എണ്ണ ആയതിനു ശേഷം പിറ്റേ ദിവസം വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അന്നേരം ഉപയോഗിക്കരുത്, പിറ്റേ ദിവസം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് മറക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, സൂപ്പർ റിസൾട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടല്ലോ, നമ്മുടെ ആ ഒരു പപ്പായയുടെ മരമഞ്ഞളിൻ്റെ കളറൊക്കെ കൂടി ചേർന്നിട്ടൊരു റെഡ് ആൻഡ് യെല്ലോയിഷ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്യുവർ റെഡും അല്ല, എന്നാൽ പ്യുവർ യെല്ലോയും അല്ല, രണ്ടിൻ്റെയും കൂടി കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അരിച്ചു മാറ്റുകയാണ്. ഇനി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ബോഡിയിലാണെങ്കിലും ഫേസിലാണെങ്കിലും അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ നമ്മൾ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകി വരാവുന്നതാണ്. അതല്ല നിങ്ങൾക്കിത് രാത്രി ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫേസിൽ മാത്രമായിട്ട് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് 1 അല്ലെങ്കിൽ 2 തുള്ളി, ഞാൻ ഈ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം,
1 അല്ലെങ്കിൽ 2 തുള്ളി. നമ്മളിത് എണ്ണയാണ്. ഇനി എണ്ണ ഞാൻ ഫേസിൽ ഒത്തിരി അങ്ങ് വാരി നമ്മൾ ഉപയോഗിച്ചിട്ട് എനിക്ക് പിമ്പിൾസ് വന്നു ചേച്ചി എന്നും പറഞ്ഞിട്ട് എന്നോടത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ 1-2 തുള്ളി മാത്രം എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കിടന്നുറങ്ങുക. പിറ്റേന്ന് രാവിലെ കഴുകിക്കളയാം കേട്ടോ. ഇത് ഡ്രൈ സ്കിന്നുകാർ അല്ലെങ്കിൽ നോർമൽ സ്കിന്നുകാരൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഓയിൽ സ്കിന്നുകാർ ഈ രീതിക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ ഓയിൽ സ്കിന്നുകാർ ചെയ്യുന്ന സമയത്ത് ആമണ്ട് ഓയിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. ആമണ്ട് ഓയിൽ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ 1-2 തുള്ളി ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തു വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ആ ഒരു കറുത്ത പാടുകളെല്ലാം പോയി നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമ്മുടെ കണ്ണടിയിലും വേണമെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. കണ്ണടിയത്തെ കറുപ്പ് പോകാനായിട്ടും ചുളിവ് പോകാനായിട്ടൊക്കെ നമുക്കിത് ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.